ഐഡന്റിറ്റി ഇല്ലാതെ എൻ്റെ പ്രൊഫൈലിൽ കയറി വന്നിട്ട് ഇതൊക്കെ പറയാൻ ഇവളാരാന്ന് ചോദിക്കുന്ന എല്ലാവരോടും നമസ്കാരം. എൻ്റെ പ്രൊഫൈലിൽ കയറി വന്നിട്ട് എൻ്റെ വീഡിയോയ്ക്ക് കമന്റ് ഇടുന്നതിന് മുമ്പ് എൻ്റെ പ്രൊഫൈൽ നെയിം ഒന്ന് ശ്രദ്ധിക്കാമെന്ന് പറയുന്നതാണ് എനിക്ക് നിങ്ങളോട് ആദ്യം ചെയ്യാനുള്ളത്. പിന്നെ ഇവള് ഇടി പൊടി എന്നൊക്കെ ഉള്ളത് പുറത്തുള്ള സ്ത്രീകളെ വിളിക്കാതെ ഇരിക്കുക. അത് വീട്ടിൽ നിന്ന് പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. വല്ലാതെ അവളെന്നൊക്കെ വിളിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ വീട്ടിലുള്ള തന്നെ വിളിച്ച് പഠിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ടോപ്പിക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ടുഡേസ് ടോപ്പിക് ഈസ് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന പഴയൊരു റീലാണ് എനിക്ക് ഓർമ്മ വന്നത്. നോറയാണ് ഇന്നെൻ്റെ ടോപ്പിക്. ബിഗ് ബോസ് സീസൺ 6 നോറ ഒരു വീക്ക് കണ്ടസ്റ്റന്റ് ആണ്, അതല്ലെങ്കിൽ ബാക്കി മിണ്ടാതിരിക്കുന്നവരൊക്കെ സേഫ് ഗെയിം കളിക്കുകയാണെന്നുള്ള ഒരു കിംവദന്തി എന്ന് തന്നെ പറയാം. ഞാൻ അതിനെ ഒരിക്കലും ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് എടുക്കുന്നില്ല. ബിക്കോസ് ഋഷിയൊക്കെ ആണെങ്കിൽ പോലും പല സിറ്റുവേഷനും മിണ്ടാതിരിക്കുന്നത് എപ്പോൾ എവിടെ സംസാരിക്കണം എന്ന് പ്ലാൻ ആക്കിക്കൊണ്ട് തന്നെയാണ്. എല്ലാവർക്കും അവരുടേതായ ഒരു ഇൻഡിവിജ്വൽ ക്യാരക്ടറും ഫ്രീഡം ഒക്കെ ഉണ്ട്. പക്ഷെ അതാണ് അവരുടെ ക്യാരക്ടറിനെ ഹൈലൈറ്റ് ചെയ്യുന്നത്. എനിക്ക് ഫ്രീഡം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ആരും തന്തയ്ക്ക് വിളിക്കാന്ന് പറയുന്നത് ഒരു ഫ്രീഡം ഓഫ് സ്പീച്ച് അല്ല, തല്ലുകൊള്ളായ്മ തന്നെയാണ് അത്. സോ അങ്ങനെ കുറച്ച് ആൾക്കാർ അവിടെ മാറി നിൽക്കുന്നത് മേ ബി ടൈം ആകുമ്പോൾ ഒരു ഗ്രാഫ് പോലെ ഇങ്ങനെ വരാം എന്നുള്ള ഒരു രീതി തന്നെയാണ്. അതേപോലെ ഹിറ്റായി കയറി വന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് നോറ ഒരു സ്ട്രോങ് കണ്ടസ്റ്റന്റ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ജാസ്മിൻ ഒരു സ്ട്രോങ് കണ്ടസ്റ്റന്റ് എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഞാൻ. പക്ഷെ എവിടെയോ എന്തൊരു തകരാറ് സംഭവിച്ചിട്ടുണ്ട്. നോറ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ ജാസ്മിൻ്റെ എടുത്തിട്ട് തന്റെ വിഷമം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ ഒരു പേഴ്സണൽ സ്പേസിനെ എടുത്തിട്ട് നോറ വീക്കാണെന്നുള്ള രീതിയിൽ ഒരു സ്റ്റേറ്റ്മെന്റ് ജാസ്മിൻ പറയുകയും ആ ഒരു സംഭവത്തിന് ഇന്നലെ തുറന്നടിച്ച് നോറ സംസാരിക്കുകയും ചെയ്തു. ഗബ്രിയും ജാസ്മിനായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് വൈബ് ആയിക്കോട്ടെ, കോംബോ ആയിക്കോട്ടെ, എന്ത് തന്നെ ആയിക്കോട്ടെ, ജാസ്മിൻ അറിഞ്ഞോ അറിയാതെയോ ഒരു സൈഡിലോട്ട് ഒരു വീക്കായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ മറ്റൊരു കണ്ടന്റ് ഒന്നും ചെയ്യാതെ ഈ ഒരു കണ്ടന്റ് പിടിച്ചു പോകുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ഇഷ്ടമാണ്. നമ്മൾക്ക് അതിനെപ്പറ്റി സംസാരിക്കാം എന്നല്ലാതെ പോയിന്റ് ഔട്ട് ചെയ്തിട്ട് നമുക്കിങ്ങനെ അങ്ങനെ പറ്റില്ല എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ഓരോ കണ്ടസ്റ്റന്റിന്റെയും ഇഷ്ടമാണ് എന്തെങ്ങനെ ചെയ്യണം എന്നുള്ളത്. എന്തൊക്കെ ടാഗ് ലൈൻ വന്നു കഴിഞ്ഞിട്ടും ബിഗ് ബോസ് സംഭവങ്ങൾ മാറ്റി പിടിക്കാം, അല്ലെങ്കിൽ എന്ത് തന്നെ പറഞ്ഞു കഴിഞ്ഞാലും അതിൻ്റെ ഉള്ള കണ്ടസ്റ്റൻസ് വന്നിട്ട് എങ്ങനെ കാര്യങ്ങൾ കൊണ്ടുപോകുന്നു അതനുസരിച്ചായിരിക്കും ഷോ പോകുന്നുണ്ടാവുക. ഇതിൽ രണ്ട് കാര്യങ്ങളാണ് പറയാനുള്ളത്. ആദ്യം നോറയെ പറ്റിയിട്ട് ഞാൻ പറയാം. നോറ ഇപ്പോൾ വീക്കല്ല, സ്ട്രോങ് ആയിട്ട് തന്നെ കയറി വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരാളുടെ ഒരു വിഷമം പറഞ്ഞു കഴിയുമ്പോൾ അത് വീക്കായതുകൊണ്ട് മേ ബി ഓരോരുത്തരുടെ ക്യാരക്ടർ അങ്ങനെയായിരിക്കും. ഒരു വിഷമം തുറന്ന് പറഞ്ഞു കഴിയുമ്പോൾ അല്ലെങ്കിൽ കരഞ്ഞു കഴിയുമ്പോൾ അയാൾ ഫ്ലഷ് ഔട്ട് ആയതിനു ശേഷം അയാൾ കംപ്ലീറ്റ്ലി ഫുൾ ഓൺ വൈബായിട്ട് കയറി വരാനുള്ള ഒരു ചാൻസസ് ആണ് ഒട്ടുമിക്ക ആൾക്കാരിലും കാണുന്നത്. കാരണം പറയാൻ കേൾക്കാനും ഒരാളുള്ളപ്പോൾ, അതായത് പറയാൻ ഒരാളുള്ളപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ പറയാൻ നിൽക്കുന്നത്? കേൾക്കാൻ ഒരാളെ കിട്ടുമ്പോഴാണ് നമ്മൾ പറയുന്നത് അല്ലേ? അപ്പൊ അങ്ങനെ കേൾക്കാൻ ഒരാളെ കിട്ടിയിട്ട് നമ്മൾ കാര്യങ്ങൾ പറയുമ്പോൾ അയാൾ അത് വീക്ക് ആയതുകൊണ്ടല്ല, അയാളുടെ മൈൻഡിലെ വിഷമങ്ങൾ കളഞ്ഞിട്ട് ഒന്നും കൂടി ഓക്കെ ആവാനാണ്. കാരണം സന്തോഷം പറയുമ്പോൾ അത് എക്സ്പാൻഡ് ആവുകയും സങ്കടം പറയുമ്പോൾ അത് കുറച്ചും കൂടി ഫ്ലഷ് ഔട്ട് കുറച്ചും കൂടി ഫ്രഷ് ആവുകയാണ് ചെയ്യുക. അപ്പൊ ജാസ്മിൻ ഇപ്പൊ കുറച്ച് വീക്കായിട്ട് നോറ ഫുൾ ഓൺ വൈബായിട്ട് കയറി വരികയാണെന്നുണ്ടെങ്കിൽ ജാസ്മിൻ കുറച്ച് വീക്ക് ആവുന്ന കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ല. അതല്ലെങ്കിൽ ജാസ്മിൻ ഒന്ന് ബുദ്ധി ഉപയോഗിച്ചിട്ട് ഗബ്രിയുടെ അടുത്തുള്ള ഇരിക്കലും ആ ഒരു ഫ്രണ്ട്ഷിപ്പ് കോംബോനെ കൊണ്ടുപോയിക്കോട്ടെ, അത് അവരുടെ ഇഷ്ടമാണ്, എന്ത് വേണം ഏതെന്ന് വേണം എന്നുള്ളത്. പക്ഷെ കുറച്ചും കൂടി ഒന്ന് മാറ്റി പിടിച്ച് കുറച്ചും കൂടി ഓക്കെ എനിക്ക് ഒപ്പോണന്റ് ആയിട്ട് കയറി വരുന്നുണ്ട് ഒരാളെന്ന് മനസ്സിലാക്കി ബ്രില്യൻ്റ് ആയിട്ടൊരു ഗെയിം കളിക്കാൻ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജാസ്മിൻ നോറോ എന്നുള്ളത് നല്ലൊരു അടി കോംബോ ആയിട്ട് മാറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കളികൾ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഇവിടുന്ന് പ്ലാൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ല. അതിൻ്റെ ഉള്ളിൽ കയറിയതിന് മാത്രമേ നമുക്ക് പ്ലാൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. പിന്നെ പുറത്ത് നിന്നും എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ട് വ്യക്തികൾ തമ്മിൽ വഴക്കുണ്ടാക്കുമ്പോൾ അവർ തമ്മിൽ വഴക്കുണ്ടാക്കട്ടെ, അതിൻ്റെ ഇടയിൽ കുറേ ആൾക്കാർ വന്നിട്ട് കാക്കക്കൂട്ടി കല്ലിട്ട പോലെ ഒച്ചപ്പാടുണ്ടാക്കി കണ്ടന്റ് ഉണ്ടാക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ബോറാണ്. കഴിഞ്ഞ സീസണിൽ ഞാൻ ഫേസ് ചെയ്ത ഒരു കാര്യമാണ് ദേവ് ചേച്ചി മിണ്ടുന്നില്ല, ദേവ് ചേച്ചി സൈലന്റ് ആണെന്നുള്ളത്. കാരണം എനിക്ക് സംസാരിക്കണം തോന്നുന്ന സമയത്ത് ഞാൻ സംസാരിച്ചാൽ മതി. രണ്ടാൾക്കാർ തമ്മിൽ സംസാരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ പോയിട്ട് ഇൻഗുലാബ് എന്ന് വിളിക്കാനായിട്ട് ഐ ഡോണ്ട് വോണ്ട് ടു ബി അങ്ങനെ ഒരു യൂസ്ലെസ് കണ്ടന്റ് ക്രിയേറ്റർ, അതല്ലെങ്കിൽ എൻ്റെ കപ്പ് ഓഫ് ടീ അല്ലാത്തൊരു സംഭവത്തിൽ കയറി എനിക്ക് സംസാരിക്കേണ്ട ആവശ്യമില്ല. ആൻഡ് അതിൻ്റെ ഉള്ളിൽ എല്ലാവരും ഇന്നലെ രതീഷിനെ ഒറ്റപ്പെടുത്തി വലിച്ചു കീറാൻ നോക്കി. അതുകൊണ്ട് തന്നെ ഈ ഗെയിം ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ രതീഷിനെ സപ്പോർട്ട് കൂടുകയും ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനെ ഒരു ദേഷ്യം തോന്നുകയും ചെയ്യും. കാരണം ഒറ്റപ്പെടൽ സ്ട്രാറ്റജി അല്ലെങ്കിൽ എല്ലാവരും കൂടി ഒരാളെ അറ്റാക്ക് ചെയ്യാൻ നോക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ആഫ്റ്റർ എഫക്റ്റ് അങ്ങനെയാണ്. കാരണം അങ്ങനെയല്ല പോകേണ്ടത്. ആവശ്യത്തിന് സംസാരിക്കുക, അതല്ലെങ്കിൽ ന്യൂട്രൽ ആയിട്ട് അവിടെ വന്നിട്ട് പ്രേക്ഷകരുടെയും ബിഗ് ബോസിന്റെ ഭാഗത്ത് നിന്ന് സംസാരിച്ച് സൈലന്റ് ആയിട്ട് മാറാന്നുള്ളതാണ്. പക്ഷെ ഇന്നലെ ഒരു കൂട്ടാക്രമണമാണ് ആർക്കെതിരുണ്ടായത്? രതീഷിനെതിരുണ്ടായത്. അപ്പോൾ രണ്ട് ടോപ്പിക്കാണ്. ഒന്ന്, രതീഷിനെ കൂട്ടാക്രമണം ചെയ്യണ കാരണം രതീഷിന് പുറത്ത് സപ്പോർട്ട് വളരെ കൂടുന്നു. ആൻഡ് നോറ വീക്ക് കണ്ടസ്റ്റന്റ് അല്ല, സ്ട്രോങ് കണ്ടസ്റ്റന്റ് ആണ്. ജാസ്മിൻ വൃത്തിക്ക് കളിച്ചില്ലെങ്കിൽ ബാക്ക് ഓഫ് ആവാൻ ചാൻസ് ഉണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഗുഡ് വൈബ്സ്.